ഹലോ BJP പ്രവർത്തകരെ, സംഘികളെ, ഒരു വീഡിയോ വെച്ചുതരാം. അത് എന്ത് തരം രാജ്യസ്നേഹമാണെന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി പഠിക്കാമായിരുന്നു. ഇത് കണ്ട് ചില സംഘികൾ ഓടി വന്നിട്ട് പറയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഞാൻ എന്നാൽ ഒന്നും കൂടി കാണിച്ചു തരാം. वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। भारतीय जनता पार्टी जिंदाबाद, जिंदाबाद, जिंदाबाद। भारतीय जनता पार्टी जिंदाबाद, जिंदाबाद, जिंदाबाद। भारतीय जनता पार्टी जिंदाबाद, जिंदाबाद, जिंदाबाद। കണ്ടല്ലോ, അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പാർട്ടിയല്ല, പാർട്ടി പ്രവർത്തകരല്ല വലുത്, വലുത് രാജ്യമാണ്, രാജ്യസ്നേഹമാണെന്നൊക്കെ ചില ആളുകൾ പ്രസംഗിച്ച് നടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതാണോ രാജ്യസ്നേഹം? ഇത് എന്ത് രാജ്യസ്നേഹമാണ്? അതുപോലെ ഇങ്ങ് കേരളത്തിൽ കാസർഗോഡ് BJP ഓഫീസിൽ എങ്ങനെയാണ് നാഷണൽ ഫ്ലാഗ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത് അതിന്റെ ഫോട്ടോ കണ്ടില്ലേ? ഇതാണോ രാജ്യസ്നേഹം? നമ്മൾ ആദ്യം കണ്ട വീഡിയോ ഛത്തീസ്ഗഡിൽ നിന്നും, രണ്ടാമത്തേത് വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ്. ഇതാണ് ഇവരുടെ രാജ്യസ്നേഹം. എന്നിട്ടോ നാട്ടിലുള്ള എല്ലാവരോടും ചോദിച്ചു നടക്കും രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടൊക്കെ ചോദിച്ചു നടക്കും. സർട്ടിഫിക്കറ്റ് കൊടുത്തു രാജ്യസ്നേഹത്തിന്റെ, ഇല്ലെങ്കിൽ അവരെ വിളിക്കും ആന്റി നാഷണൽ, രാജ്യദ്രോഹി എന്നൊക്കെ. അപ്പോൾ ഇവരെ എന്താണ് വിളിക്കേണ്ടത്? നമുക്കൊരു വീഡിയോ കാണാം. देख सकते हो, चलो जाओ भैया स्कूल जान लिख देंगे हम इंकलाब की हम वापस लौटेंगे आजादी का टोला मेरा रंग दे गई क्लास. കണ്ടില്ലേ? സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടിയുടെ തലേന്ന്, അതായത് ഇന്നലെ മധ്യപ്രദേശിൽ ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള സംഭവമാണ്. ചെറിയ കുട്ടികളെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്യാമറയുമായി ഒരാൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ ടീച്ചർ വന്ന് കുട്ടിയോടത്തുനിന്ന് ആ ചൂല് പിടിച്ചു മാറ്റി അവരെ അകത്തേക്ക് കൊണ്ടുപോയി. അയാൾക്കറിയാം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന്, പക്ഷേ ആരും കണ്ടില്ലെങ്കിൽ അവർ ഇനിയും ഇത് ചെയ്യും. ഇത് നടന്നിട്ടുള്ളത് മധ്യപ്രദേശിലാണ്. ഇനി ഇതൊക്കെ മാറുമോ? എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ സംഭവം നടന്നിട്ടുള്ളത് മധ്യപ്രദേശിലാണ്. കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള ഇൻസിഡന്റ് ആണ്. ഇവരെ പോലുള്ള ആളുകളാണ് ഇന്ത്യയിൽ ഉള്ളതെങ്കിൽ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. സംഭവം എന്ന് പറയുന്നത്, ആ ട്രാൻസ്ഫോർമറിൽ നിന്നും കറണ്ട് അടിച്ച് ഒരു പശു മരണപ്പെട്ടു. പക്ഷേ അവർ ചോദ്യം ചെയ്യേണ്ടത്, കാരണം ആ ട്രാൻസ്ഫോർമർ ന്യൂസിൽ പറയുന്നുണ്ട് അത്രയും വീക്കായിട്ടുള്ള, അതായത് പൊളിയാനായിട്ടുള്ള, തകരാനായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമറാണ്. അതിൽ നിന്നാണ് ഷോക്ക് ഏറ്റിട്ട് ആ ഒരു പശു മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ട്രാൻസ്ഫോർമർ തല്ലി പൊളിക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു? ഇതുപോലുള്ള ആളുകളാണ് ഇന്ത്യയിൽ ഉള്ളെങ്കിൽ ഇന്ത്യ രക്ഷപ്പെടും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.